നന്മയെ വെറുക്കുന്നവരുണ്ടോ? എല്ലാവരും ആഗ്രഹിക്കുന്നത് നീതിയും ന്യായവും നന്മയും സത്യവുമല്ലേ? അല്ല. പാപത്തോടുള്ള താല്പര്യത്തിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും തത്വത്തിൽ നീതിയും ന്യായവും നന്മയുമെല്ലാം വെറുത്തേ മതിയാകും. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാർക്കും വന്ദനം. വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ റോഡിലുള്ള സൈൻ ബോർഡുകളുടെ ആവശ്യകത എത്ര വലുതെന്ന് മനസ്സിലാകും. അവയെ അവഗണിച്ചുകൊണ്ടുള്ള യാത്ര വളരെ അപകടം നിറഞ്ഞതാണ്. ദൈവവചനത്തിലെ അനേക ചൂണ്ടു പലകകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പിന്നിട്ടത്. അവയൊക്കെ വിജയകരമായി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ പര്യാപ്തമായവയാകുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കടന്നുപോയി. നമ്മുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ദൈവവചനം തീരട്ടെ. സദൃശ്യവാക്യങ്ങളുടെ പഠനം നമ്മുടെ ജീവിതത്തിന് പുതിയൊരു മാനം നൽകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിന് ആധാരം. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വരെ നാം ചിന്തിച്ചു കഴിഞ്ഞല്ലോ. ഇന്ന് നാം ദൈവം വെറുക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. ദൈവം വെറുക്കുകയോ? ചിലർക്കത് വിശ്വസിക്കുവാൻ കൂടി പ്രയാസമാണ്. അവർ ദൈവത്തെ സ്നേഹവാനായ ദൈവമായിട്ട് മാത്രമാണ് കണക്കാക്കുന്നത്. സ്നേഹം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ സ്നേഹമെന്നുള്ളത് വെറുപ്പിൻ്റെ എതിരാകുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്നവർ പറയുന്നത് ദൈവത്തിന് ഒന്നും തന്നെ വെറുക്കുവാൻ സാധ്യമല്ല എന്നത്രേ. എന്നാൽ അത് ശരിയല്ല. ദൈവം സ്നേഹമാകുന്നു, എന്നാൽ അവിടുന്ന് ദുഷ്ടതയെ വെറുക്കുന്നു. നമ്മുടെ മനുഷ്യബന്ധങ്ങളിലും നമുക്കിത് കാണുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്നാൽ കുഞ്ഞിൽ വ്യാപിക്കുന്ന പനിയെ നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങളുടെ മുറ്റത്തേക്ക് കയറി വന്ന് കുഞ്ഞിനെ കടിക്കുവാൻ തുടങ്ങുന്ന പേപ്പട്ടിയെ നിങ്ങൾ വെറുക്കുന്നു. ലോകത്തിൽ വ്യത്യസ്തതയുള്ളിടത്തോളം, അതെ, പാപം പ്രവേശിച്ച ഒരു ലോകമുള്ളിടത്തോളം നാം ശരിയായതിനെ സ്നേഹിക്കും, തെറ്റിനെ വെറുക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, താങ്കൾ പാപത്തെ സ്നേഹിക്കും, എന്നാൽ താങ്കൾ നീതിയെ വെറുക്കും. നന്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിന്മയെ വെറുക്കും. നന്മയെ സ്നേഹിക്കുവാനും തിന്മയെ വെറുക്കുവാനുമാണ് ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സഭാപ്രസംഗിയിൽ നാം കാണുന്നത് സ്നേഹിക്കുവാനൊരു കാലം, ദ്വേഷിക്കുവാനൊരു കാലം എന്നത്രേ. ദൈവം വെറുക്കുന്ന 7 കാര്യങ്ങളുണ്ടെന്ന് നാം കാണുന്നു. അവൻ നൽകുന്ന ലിസ്റ്റ് ഇന്ന് നാം ഒന്ന് കാണുവാൻ പോകുകയാണ്. ഈ 6-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നു. ആദ്യം ഞാൻ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 6 കാര്യം യഹോവ വെറുക്കുന്നു, 7 കാര്യം അവന് അറുപ്പാകുന്നു. ഗർവമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. ഈ പറഞ്ഞതെല്ലാം താൻ വെറുക്കുന്നു എന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്നു. നാം വെറുക്കുന്ന ആ ലിസ്റ്റിൽ ഇവയെ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. താൻ എന്തെങ്കിലും വെറുക്കുന്നു എന്ന് ദൈവം ആദ്യമായി പറഞ്ഞ ഇടം അല്ല ഇത്. ആവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയും അരുത്. ഇവിടെ വിഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്.
ദൈവം ഏത് വിധത്തിലുമുള്ള വിഗ്രഹത്തെ വെറുക്കും. അത് ആരുടെ വിഗ്രഹമായിരുന്നാലും ദൈവം അത് വെറുക്കുന്നു. അതായത് ദൈവത്തിൻ്റെ സ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ നിന്നെടുക്കുന്ന ഏതൊന്നിനെയും അവിടുന്ന് വെറുക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വെറുപ്പിനെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. ഒന്നിനു പുറകെ മറ്റൊന്ന് വരുന്നു. അതായത് രാത്രിക്ക് പുറകെ പകൽ വരുന്നത് പോലെ ഇവിടെ നാം അതാണ് കാണുന്നത്. ആദിമസഭയോടെ ക്രിസ്തു പറഞ്ഞത്, എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അതെ, ദൈവം സ്നേഹിക്കുന്നു, അതേസമയം ദൈവം വെറുക്കുകയും ചെയ്യുന്നു. ദൈവം സ്നേഹമാണ്, അതേസമയം ദൈവം വെറുക്കുന്നവനുമാണ്. തിരുവചനം ആ കാര്യം വ്യക്തമാക്കുന്നു. തിരുവചനത്തിൽ 7 എന്ന സംഖ്യ പൂർണ്ണതയെ അല്ല, തികവിനെയാണ് കാണിക്കുന്നത്. തികവിനെ, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. പൂർണ്ണതയല്ല, തികവ്. ഈ കാര്യങ്ങളോട് ദൈവത്തിന് തികഞ്ഞ ഒരു വെറുപ്പുണ്ട് എന്നർത്ഥത്തിലാണ്. അവയെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളും ആകുന്നു. മനുഷ്യജാതിയുടെ മൊത്തത്തിലുള്ള വഷളത്വവും നാശവുമാണ് ഇത് വെളിപ്പെടുത്തുന്നത്. താൻ അവയെ വെറുക്കുന്നു എന്ന് ദൈവം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ നേരെ വെറുതെ കണ്ണടയ്ക്കുന്നു എന്നുള്ള തെറ്റായ ചിന്താഗതിയെ നാം വെറുക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്. ദൈവം ചിലതൊക്കെ വെറുക്കുന്നു എന്ന് പറയുവാനും അംഗീകരിക്കുവാനും നാം തയ്യാറല്ല. അതിൻ്റെ കാരണം നാം കുറ്റക്കാരാകുന്നു എന്നുള്ളത് തന്നെയാണ്. ദൈവം വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ നാമും ശിക്ഷ വഹിക്കേണ്ടതായി വരുമല്ലോ. എന്നാൽ അങ്ങനെ ഒഴിഞ്ഞു മാറുവാനുള്ള ശ്രമമാണ് നമ്മുടെ സമൂഹത്തെ ഇന്ന് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുറ്റക്കാരെ ശിക്ഷിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. പൊതുജനാഭിപ്രായത്തിൽ ദൈവം പേടിക്കുന്നില്ല. മനുഷ്യനെ മുഷിപ്പിക്കുന്നു എന്നതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. അവിടുന്ന് ഭീരുവല്ല. കുറ്റക്കാരൻ രക്ഷപ്പെടുവാൻ താൻ ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് ദൈവം പറയുന്നു. അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കാവതല്ല, ഒഴിഞ്ഞു പോകാവതല്ല. ഇനിയും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വെറുപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവ ദൈവം വെറുക്കുന്ന കാര്യങ്ങളുടെ പട്ടികയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഒന്നാമത്, ഗർവമുള്ള കണ്ണ്. ഇവിടെ കണ്ണിൻ്റെ കുഴപ്പമല്ല, നോട്ടത്തിൻ്റെ കുഴപ്പമാണ്. അഹങ്കാരത്തോടു കൂടിയ നോട്ടം, അതായത് സ്വയത്തെ ആവശ്യത്തിലധികം ഉയർത്തിക്കാണിക്കുകയും മറ്റുള്ളവരെ വിലയിടിച്ച് കാണിക്കുകയും ചെയ്യുന്ന മനോഭാവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് നിഗളം കൊണ്ടാണ്. അതെ, ഹൃദയത്തിൻ്റെ ആ ചിന്ത, ആ ചെറിയ നോട്ടം, മുഖത്തിൻ്റെ ആ തിരിച്ചിൽ, കണ്ണ് വെട്ടിച്ച വിധം, അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടിയവനോ നല്ലവനോ ആകുന്നു എന്ന ചിന്ത. ദൈവം പറയുന്നു, ഞാനത് വെറുക്കുന്നു എന്ന്. ഇത് അവിടുത്തെ ലിസ്റ്റിൽ ഒന്നാമതാണ്. ശ്രദ്ധിച്ചോ, കൊലപാതകത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും എല്ലാം മുൻപിൽ ദൈവം അത് രേഖപ്പെടുത്തുന്നു. നിഗളത്തോടു കൂടിയ നോട്ടം ദൈവം വെറുക്കുന്നു. ഗർവമുള്ള കണ്ണ്, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. നിഗളത്തോട് ചേർന്ന് പോകുവാൻ ദൈവത്തിന് സാധിക്കില്ല. ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ ഈ ഗർവമുള്ള കണ്ണുകൊണ്ട് ഒരാൾക്ക് നിഷ്പ്രയാസം ജീവിക്കാവുന്നതാണ്. ആരും ഒന്നും തന്നെ പറയുകയില്ല, ആരും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയുമില്ല. താങ്കൾക്കറിയാമോ, സ്വർഗത്തിൽ ആദ്യം ഉണ്ടായ പാപം, ആദ്യ പാപം നിഗളമായിരുന്നു. അത് സാത്താൻ, അതായത് ലൂസിഫർ, അരുണോദയപുത്രൻ ഹൃദയത്തിൽ ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞപ്പോഴായിരുന്നു ആ നിഗളം, ആ പാപം ഉണ്ടായത്. അവനാണ് ഏദൻ തോട്ടത്തിൽ വന്ന് നീ ദൈവത്തെപ്പോലെ ആകും എന്ന് മനുഷ്യനോട് പറഞ്ഞത്. അഹങ്കാരം മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അത് ആർക്കും ഒരിക്കലും ഗുണം ചെയ്തിട്ടില്ല, ഒരിക്കലും ഭൂഷണമായിരുന്നിട്ടില്ല, ആയിരിക്കുകയുമില്ല.
എല്ലാ വിധത്തിലുമുള്ള മനസ്സംബന്ധിയായ അസ്വസ്ഥതകളുടെയും മാനസിക രോഗങ്ങളുടെയും പിൻപിൽ അസ്വാഭാവികത്വം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു തായ്തടിയുണ്ട്. അതെന്താകുന്നു എന്ന് താങ്കൾക്കറിയാമോ? അത് ഒരു തികഞ്ഞ വ്യക്തിത്വത്തിൻ്റെ കുറവാണ്. ആരോ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി തീരുവാനുള്ള അമിതമായ വാഞ്ചയാണത്. ചില സ്ഥാന ചിഹ്നങ്ങൾക്കായുള്ള പിടുത്തം, അവയിൽ ഒന്ന് ദൈവത്തിൽ നിന്നും മാറി സ്വയം ജീവിക്കുവാനുള്ള ശ്രമമാകുന്നു. സ്വന്തം ദൈവമായി തീരുവാനുള്ള ആഗ്രഹമാകുന്നു അത്. നമ്മുടെ ഈ ചെറിയ സ്വയത്തെ ദൈവമാക്കുന്നതിനുള്ള ശ്രമമാണത്. അതുകൊണ്ടത്രേ സ്വന്തം രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന മാർഗം മനുഷ്യന് താല്പര്യമായി തോന്നുന്നത്. അതെ, സ്വന്തം പ്രവൃത്തികളാലുള്ള രക്ഷയാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ ഈ ചെറിയ മനുഷ്യർ പറയുന്നത് കേൾക്കാറില്ലേ? ഞാൻ എൻ്റെ സ്വന്തം രക്ഷ നേടുവാൻ പോകുകയാണ്, ഞാൻ തന്നെ അത് ചെയ്തു കൊള്ളാം, എനിക്ക് നിന്നെ വേണ്ട ദൈവമേ, നിൻ്റെ പുത്രൻ എനിക്ക് വേണ്ടി മരിക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നീ മാറിയിരിക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്, കാരണം നിന്നെപ്പോലെ തന്നെ ഞാനും നല്ലവനാണ്, അങ്ങനെ ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുവാൻ പോകുകയാണ്. ഇതൊന്നും ഇതുപോലെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലും മനസ്സിലിരിപ്പിതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, പ്രവൃത്തിയാലുള്ള രക്ഷ മാനസികമായി രോഗം ബാധിച്ച മനുഷ്യരുടെ സൃഷ്ടിയാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അവൻ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു, ആദരിക്കുന്നു. അവിടുന്ന് പറയുന്നത് താൻ ഗർവമുള്ള കണ്ണിനെ താഴെ കൊണ്ടുവരുമെന്നാണ്. ദൈവം ഇയ്യോബിനോട് പറഞ്ഞു, ഇയ്യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഏത് ഗർവിയെയും നോക്കി കവിഴ്ത്തുക, ദുഷ്ടന്മാരെ അവരുടെ നിലയിൽ തന്നെ വീഴ്ത്തിക്കളക. മാനസിക രോഗികളായിരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, അഥവാ അങ്ങനെ ആയാൽ തന്നെ ആരും അത് അറിയുവാൻ നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തെ കൂടാതെ ജീവിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യൻ നിഗളിയാണ്, മാനസിക രോഗിയാണ് എന്ന് സദൃശവാക്യങ്ങളിൽ നാം കാണുന്നു. ഗിരിപ്രഭാഷണത്തിൽ, കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ധന്യവചനങ്ങളിൽ കർത്താവായ യേശു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന്. ഇതത്തെ സങ്കീർത്തനക്കാരനും പറയുന്നത് 131-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ, യഹോവേ, എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല, ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല, എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല. നാം താഴ്മയോടെ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട്, ദൈവമേ, ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ട് തന്നെ ഇതൊന്നും സാധ്യമല്ല, എനിക്ക് അങ്ങേ ആവശ്യമാണ് എന്ന് പ്രാർത്ഥിച്ചാൽ അത് എത്ര നന്നായിരുന്നു. താഴ്മ എത്ര മനോഹരമായ സ്വഭാവ സവിശേഷതയാണ്. തങ്ങളുടെ അഹങ്കാരത്താൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാൻ അനേകരും കാട്ടിക്കൂട്ടുന്ന വികൃതികൾ പറയുവാൻ കൊള്ളാത്തതാണ്. ഇത് മനസംബന്ധിയായ അസുഖം കാരണമാകുന്നു എന്ന് ഞാൻ പറയട്ടെ. താഴ്മയോടെ ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ, എൻ്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര നന്നായിരിക്കും. ദൈവത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോഴാണ് വാസ്തവത്തിൽ താങ്കൾ യഥാർത്ഥ വ്യക്തിയായിത്തീരുന്നത്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുന്നത് ശ്രദ്ധിച്ചാലും, യെശയ്യാ പ്രവചനം 66-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഈ അടിസ്ഥാനത്തിൽ താങ്കൾ ദൈവസന്നിധിയിലേക്ക് വരുവാൻ തയ്യാറാകുന്ന പക്ഷം ദൈവം താങ്കളെ കൈക്കൊള്ളും. അവൻ ഗർവമുള്ള കണ്ണിനെ വെറുക്കുന്നു. ഒന്നാമത്തെ ഈ കാര്യം പലപ്പോഴും നാം ആ ലിസ്റ്റിൽ പോലും പെടുത്തുകയില്ല എന്നതാണ് വിചിത്രം. ദൈവം കാണുന്നത് പോലെ നാം പാപത്തെ കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെയും. ദൈവം വെറുക്കുന്ന രണ്ടാമത്തെ കാര്യം വ്യാജമുള്ള നാവിനെയാകുന്നു. തിരുവചനത്തിൽ മദ്യപാനത്തിനെതിരായി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ വളരെയേറെ നാവിനെ ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം താങ്കൾക്കറിയാമോ? അപ്പോൾ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും. നാവിനെ ദുരുപയോഗം ചെയ്തത് മിക്കവാറും എല്ലാ വർഗത്തിലും ഭാഷക്കാരിലും സാധാരണയാണ്. വ്യാജമുള്ള നാവ്,
കള്ളം പറയുന്ന മനുഷ്യർ. എത്ര ശോചനീയമായ ഒരു അവസ്ഥയാണതല്ലേ? എങ്ങോട്ട് തിരിഞ്ഞാലും കള്ളം. സത്യം പറയുന്നതിനേക്കാൾ ഏറെ കള്ളം പറയുവാൻ നാവെടുക്കുന്ന മനുഷ്യർ. എന്തെങ്കിലും സാധനം വാങ്ങുവാനൊന്ന് പോയാൽ ആരെയെങ്കിലും വിശ്വസിക്കുവാൻ ഒക്കുമോ? ഒന്നാന്തരം എന്ന് പറഞ്ഞ് പിടിച്ചേൽപ്പിക്കുന്നത് ഒന്നിനും കൊള്ളാത്തതാകുന്നു എന്ന് കാണുന്നവർ പിന്നെ ആരെയെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് തന്നെ കേൾക്കുന്നതിനോടെല്ലാം നേരാണോ എന്ന് ചോദിക്കുന്ന മനുഷ്യർ, സത്യം പറഞ്ഞാൽ പോലും അതിനോടുകൂടെ ആണയിടുന്ന മനുഷ്യർ. 116 സങ്കീർത്തനത്തിൻ്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. ഈ സങ്കീർത്തനം ആരാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ദാവീദായിരിക്കും ഇതെഴുതിയത് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. ദാവീദ് തൻ്റെ പരിഭ്രമത്തിലായിരിക്കും പറഞ്ഞത്. എന്നാൽ എനിക്ക് വളരെ ചിന്തിക്കുവാൻ സമയമുണ്ട്. എന്നിട്ടും ഞാൻ സങ്കീർത്തനക്കാരനോട് ഈ കാര്യത്തിൽ യോജിക്കുന്നു. നിങ്ങളും എന്നോടും ദാവീദിനോടും യോജിക്കും എന്നെനിക്കറിയാം. സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നു. വീണ്ടും 120 സങ്കീർത്തനത്തിൻ്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവേ, വ്യാജമുള്ള അധരങ്ങളെയും വഞ്ചനയുള്ള നാവിനെയും തടുത്ത് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. ദാവീദ് തൻ്റെ അനുതാപ പ്രാർത്ഥനയിൽ, അതായത് 51 സങ്കീർത്തനത്തിൽ ചൊല്ലിയത് 6 വാക്യത്തിൽ, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ദൈവം സത്യത്തിൻ്റെ ദൈവമാണ്. ഒരിക്കലും വ്യാജത്തിന് അവനോടുകൂടെ ആയിരിക്കുവാൻ സാധ്യമല്ല. അവിടുന്ന് എത്ര അത്ഭുതവാനാകുന്നു. കള്ളം പറയുന്നത് എങ്ങനെ ദൈവം അംഗീകരിക്കുവാനാണ്? സത്യമായ ദൈവം കള്ളത്തെ ഒരിക്കലും അംഗീകരിക്കില്ല. നാം പലപ്പോഴും കള്ളത്തെ അത്ര ഗൗരവമായി അല്ലെങ്കിൽ അത്ര പാപമായി കണക്കാക്കാറില്ല. നാം കള്ളുകുടിയും വ്യഭിചാരവും കൊലപാതകവും ഒക്കെ വലിയ പാപമായി പറയുമ്പോൾ പോലും കള്ളം പറയുന്നതിനെ വളരെ ലാഘവ ബുദ്ധിയോടെ നാം കാണാറുണ്ട്. എന്നാൽ അങ്ങനെ കാണുന്നവർ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ലിസ്റ്റ് ഒന്ന് വായിക്കുവാൻ ഞാൻ ഉപദേശിക്കുകയാണ്. അവിടം വായിക്കുമ്പോൾ കള്ളം പറയുന്നതിനെ ചെറുതായി കാണുവാൻ കഴിയുകയില്ല. അങ്ങനെ കള്ളം പറയുന്ന, വ്യാജം പറയുന്ന നാവിന് ഒരുക്കി വച്ചിരിക്കുന്നത് നരകമാകുന്നു. നാം വലുതായി പറയുന്ന പാപങ്ങളുടെ പട്ടികയിൽ തന്നെ ദൈവം അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കള്ളം പറയുന്നവൻ പിശാചിൻ്റെ മകൻ എന്ന് തിരുവചനം വ്യക്തമായി പറയുന്നു. എന്ത് വില കൊടുത്തും ഇതിനെ സ്വന്തം ജീവിതത്തിൽ നിന്നും അകറ്റണം സുഹൃത്തെ. ഒരു വിധത്തിലും ന്യായീകരിക്കുവാൻ ശ്രമിക്കരുത്. യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നത് വ്യാജമാണ്. ഉള്ളതിനേക്കാൾ അധികം പറയുന്നത് കള്ളമാണ്. നമ്മുടെ തെറ്റിനെ വെളിയിൽ കൊണ്ടുവരാതെ അതിനെ നിശബ്ദത കൊണ്ടോ നാട്യം കൊണ്ടോ മൂടി വയ്ക്കുവാൻ ശ്രമിക്കുന്നതും കള്ളമാകുന്നു. പകുതി സത്യമൊന്നൊന്നില്ല. ഒന്നുകിൽ കള്ളം അല്ലെങ്കിൽ സത്യം. പച്ചക്കള്ളവും വെളുത്ത കള്ളവും സൗകര്യപ്രദമായ കള്ളവുമെല്ലാം കള്ളമാകുന്നു. അത് പറയുന്നവരൊക്കെ കള്ളന്മാരാകുന്നു. കള്ളം അന്ധകാര ലോകത്തിൻ്റെ വകയാണ്. മനസാക്ഷി അരുത് എന്ന് പറയുമ്പോഴും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്നറിയുമ്പോഴും നാം രഹസ്യമായി കള്ളം പറയുകയും ചെയ്യുകയും ചെയ്യും. കാരണം പാപത്തെ വിടാനും വയ്യ, മറ്റുള്ളവർ മോശക്കാരൻ എന്ന് പറയുകയും അരുത്. ഇതല്ലേ പ്രശ്നം? പാപം പാപമായി കണ്ടുപേക്ഷിക്കുവാൻ തയ്യാറായാൽ എന്തിനു പിന്നെ കള്ളം പറയണം? നാം ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവർ കാണരുത് എന്ന് കരുതി നാം രഹസ്യത്തിൽ ചെയ്യുമ്പോഴൊക്കെ നാം കള്ളം പറയുവാൻ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് എത്ര കൃത്യമായിട്ടാണ് സത്യം പറഞ്ഞിരുന്നത്. ആവശ്യമില്ലാത്ത യാതൊന്നും അവൻ പറഞ്ഞില്ല. സോറിന്ന് പിന്നെ പറയേണ്ടി വന്നിട്ടില്ല. ദൈവം സകലവും സത്യത്തിനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സാത്താൻ കാര്യങ്ങളെ ആകെ വളച്ചൊടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ തോന്നുന്നത് ജീവിതത്തിൽ വിജയിക്കുവാൻ ഇടയ്ക്കിടെ കുറേ കള്ളം പറയണമെന്നത്രേ. കള്ളം എപ്പോഴും വളഞ്ഞതും കുഴഞ്ഞതും മറിഞ്ഞതുമൊക്കെയാണ്. അത് വഞ്ചിക്കുന്നതാണ്. സത്യം നേരെയുള്ളതും യാതൊരു കുഴപ്പവും ഇല്ലാത്തതും ആകുന്നു. അത് തുറന്നതാകുന്നു, ഓപ്പൺ ആകുന്നു. കള്ളം പറയുന്നവന് കൂടുതൽ ഓർമ്മശക്തി വേണം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആകെ തകരും. ഇവിടെ പറഞ്ഞത് ഓർത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ വല്ലതും പറഞ്ഞ് നാണക്കെടേണ്ടി വരും. നമ്മെ സത്യത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും കള്ളം പറയരുത്, കള്ളം കാണിക്കരുത്. ജീവിതത്തെ അത് തകർത്ത് കളയും. തലമുറകളിലൂടെ അത് തകർന്നു പോകും.
ദൈവം കള്ളം പറയുന്ന നാവിനെ വെറുക്കുന്നു. പലരും കള്ളം പറയുന്നതിന് അടിമപ്പെട്ടിരിക്കുകയാണ്. കള്ളം പറയാതെ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയിൽ എത്തിച്ചേർന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നത് പോലെ കള്ളത്തിനും അടിമപ്പെട്ടിരിക്കുന്നു. വാ തുറന്നാൽ കള്ളമേ പറയൂ. ഈ അടിമത്വത്തിൽ നിന്നും, അതെ, അന്ധകാര രാജ്യത്തിൻ്റെ അംഗത്വത്തിൽ നിന്നും വെളിയിൽ വരുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. അല്ല എങ്കിൽ വലിയ നാശത്തിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം വെറുക്കുന്ന മൂന്നാമത്തെ കാര്യം കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയാണ്. ഒരു കൊലപാതകൻ ദൈവത്തിനും മനുഷ്യർക്കും അറുപ്പുള്ളവനാണ്. ദൈവം പറയുന്നത് ഒരു കൊലപാതകൻ ശിക്ഷിക്കപ്പെടണം എന്നത്രേ. കാരണം ദൈവം പാവനമെന്ന് പറഞ്ഞ മനുഷ്യ ജീവിതത്തെയാണ് ഈ കൊല ചെയ്യുന്നവൻ എടുത്തു മാറ്റുന്നത്. ഇന്ന് പരക്കെയുള്ള ധാരണയാകെ മറിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യനെ ആരെങ്കിലും കൊന്നെന്നാൽ ആ കൊലപാതകനെ ന്യായം വിധിക്കുവാൻ കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും അവനോട് സഹതാപമാകും. ഏതായാലും പോകാനുള്ളവൻ പോയി, ഇവനെയെങ്കിലും കൊല്ലാതിരിക്കണം എന്നത്രേ പൊതുജനാഭിപ്രായം. കൂടുതൽ നാശത്തിനായി അവനെ വെറുതെ വിടണമെന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ഒന്ന് നോക്കൂ. ദൈവവചനം പറയുന്നത് മനുഷ്യജീവിതം ദൈവത്തിന് വിലയേറിയതാണ് എന്നത്രേ. എല്ലാ ജീവിതവും. ഒരുത്തൻ മറ്റൊരുവൻ്റെ ജീവനെ എടുത്തെന്നാൽ കൊലപാതകൻ്റെ ജീവൻ അതിന് പകരമാകണം എന്നത്രേ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ കാര്യത്തിൽ അയവ് കാണിക്കുവാൻ യാതൊരു ന്യായാധിപനും അവകാശമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവം വെറുക്കുന്ന നാലാമത്തെ കാര്യം ദുരുപായം നിരൂപിക്കുന്ന ഹൃദയം, അകൃത്യം ചിന്തിക്കുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. സകല മനുഷ്യനും തെറ്റായ ചിന്തയുണ്ട് എന്നത്രേ ഞാൻ കരുതുന്നത്. ദുഷിച്ച ചിന്തകൾ. കർത്താവായ യേശു പറഞ്ഞു, എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് നാം അത് വായിക്കുന്നത്. മനുഷ്യഹൃദയത്തിൽ വാസ്തവത്തിൽ വൃത്തികെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉയർന്നു വരുന്നത്. താങ്കളുടെ ഹൃദയത്തിൽ താലോലിച്ച കാര്യങ്ങളും ചിന്തിച്ച തെറ്റായ കാര്യങ്ങളും താങ്കൾ എപ്പോഴെങ്കിലും ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ യാചിച്ചിട്ടുണ്ടോ? നാം എല്ലാം അത് ചെയ്യേണ്ടതുണ്ട്. നാം ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്. ദോഷത്തിൻ്റെ വിവിധ വശങ്ങളെ ദൈവം കൈകാര്യം ചെയ്യുന്നു. അതിൽ കണ്ണും നാവും കൈകളും ഹൃദയവും കാലുകളും എല്ലാം ഉൾപ്പെടുന്നു. ദൈവം വെറുക്കുന്ന അഞ്ചാമത്തെ കാര്യം ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലാണ്. ഹൃദയത്തിൽ നിരൂപിക്കുന്നു, കാലുകൾ ആ വഴിയെ പോകുന്നു. യെശയ്യാ പ്രവാചകൻ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 59-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം ചിന്നുവാൻ അവർ ബന്ധപ്പെടുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങളാകുന്നു, ശൂന്യവും നാശവും അവരുടെ പാതകളിലുണ്ട്. ഇവയെത്ര ദൈവം വെറുക്കുന്ന ലിസ്റ്റിലുള്ളത്. എപ്പോഴും ദോഷത്തിനായി മാത്രം ഓടുന്ന മനുഷ്യർ, അന്യായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുവാൻ സുഖം തേടി അന്യായ മാർഗങ്ങളിലൂടെ പോകുന്ന മനുഷ്യൻ, അതെ, ദൈവം അത് വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന ആറാമത്തെ കാര്യം ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷി. ഇന്ന് ഇത് അസാധാരണമായ ഒരു കാര്യമല്ല. അല്പം പണം ചെലവഴിക്കാമെങ്കിൽ എത്ര കള്ളസാക്ഷികളെയും കിട്ടുന്ന ഒരു കാലമാണ്. നമ്മുടെ ഈ കാലത്തെ സാധാരണ പാപങ്ങളിൽ ഒന്നാണിത്. എന്നാൽ ദൈവം വെറുക്കുന്ന ഒന്നത്രേ ഈ പാപം. ഒടുവിലായി ഏഴാമത്തേതായി ദൈവം വെറുക്കുന്നത് സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും. ഇതിൻ്റെ മറുവശം കാണിക്കുന്ന ഒരു ധന്യവചനം നമ്മുടെ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന്. ഒരു വലിയ പങ്ക് ആളുകൾ വഴക്കുണ്ടാക്കുവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരായി കാണാവുന്നതത്രേ. അവർ നിങ്ങളുടെ അയൽപക്കത്തും നിങ്ങളുടെ പള്ളിയിലും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, കുടുംബാംഗങ്ങൾ തമ്മിലും കൂട്ടുവിശ്വാസികൾ തമ്മിലും വഴക്കുണ്ടാക്കിക്കുന്നവരെ ദൈവം വെറുക്കുന്നു. ഇതൊരു വലിയ പാപമാണ്. അറിയാതെ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. 7 പാപങ്ങളുടെ ഈ പട്ടിക ഒരു കണ്ണാടി പോലെയാകുന്നു. നാം അതിലേക്ക് നോക്കിയാൽ ഞെട്ടിപ്പോകും. കാരണം അതിൽ നാം നമ്മെ തന്നെയാണ് കാണുന്നത്. സ്വന്തം വൈകൃതം കാണുമ്പോൾ അമ്പരക്കാത്തതാരാണ്? ദൈവവചനമാകുന്ന ഈ കണ്ണാടിയിൽ ശരിയായിട്ടൊന്ന് നോക്കി സ്വയം കാണുവാൻ ഞാൻ താങ്കളോട് അപേക്ഷിക്കുകയാണ്. നാം യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ തന്നെ താങ്കളും ഞാനും
കണ്ടിട്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തോട് ഏറ്റു പറയാം. ന്യായീകരിക്കരുത്. നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവനോട് നമുക്ക് ആത്മാർത്ഥമായി എല്ലാം തുറന്നു പറയാം. നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. പാപത്തെ മറയ്ക്കരുത്. തൻ്റെ തെറ്റിനെ മറയ്ക്കുന്നവന് ശുഭം വരില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് അനുഗ്രഹം ലഭിക്കുന്നത്. അടുത്ത 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, 20ഉം 21ഉം വാക്യങ്ങൾ. മകനെ, നിൻ്റെ അപ്പൻ്റെ കൽപ്പന പ്രമാണിക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അത് എല്ലായ്പ്പോഴും നിൻ്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിൻ്റെ കഴുത്തിലത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. ഈ പറയുന്ന യുവാവ് ഇപ്പോൾ വളർന്നു, അവൻ സ്കൂളിലേക്ക് പോയി. എന്നാൽ അവൻ്റെ അപ്പനും അമ്മയും അവനെ പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നു പോകരുത് എന്നാണ് അവനെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ഭവനത്തിൽ താൻ പഠിച്ച കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ്. അവൻ അവയെ നിരന്തരം തൻ്റെ മുൻപിൽ വെക്കേണ്ടതുണ്ട്. 23-ാം വാക്യത്തിൽ നാം കാണുന്നത്, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാകുന്നു. കൽപ്പനയെയും പ്രബോധനത്തെയും ഈ പറഞ്ഞതുപോലെ കാണുവാൻ കഴിയാത്തവർ വാസ്തവത്തിൽ ഒരുതരം അടിമത്വത്തിലാണ് കഴിയുന്നത്. ആർക്കാണ്ട് വേണ്ടി ഏതാണ്ടൊക്കെ അനുസരിക്കുന്നു. ശാസനകളെ താങ്കൾ എങ്ങനെയാകുന്നു കാണുന്നത്? ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ദൈവം വെറുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് അറുപ്പായിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ദൈവവചനത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നതത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അകത്തുനിന്ന്, മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ഹൃദയത്തെയും അന്തരംഗങ്ങളെയും ശോധന ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം വെറുക്കുന്ന പാപങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.